കൊട്ടിയൂർ പെരുമാൾക്ക് ഇളനീർ സമർപ്പിച്ചു. ഇളനീരാട്ടം ബുധനാഴ്ച. വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ ഇളനീർ വയ്പ് അക്കരെ സന്നിധിയിൽ നടന്നു. വിവിധ മഠങ്ങളിൽ നിന്നും ദീർഘദൂരം നടന്ന സപ്തമി ദിവസം വ്രതവിശുദ്ധിയോടെ കൊട്ടിയൂരിലെത്തിയ ഭക്തന്മാർ ആയിരക്കണക്കിന് ഇളനീർ കാവുകളുമായി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ബാവലിപ്പുഴക്കരയിൽ ഇളനീർ വെപ്പിനുള്ള മുഹൂർത്തം കാത്തിരുന്നു. വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ നിന്നും എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി വൈകുന്നേരത്തോടെ കൊട്ടിയൂരിലെത്തി. രാത്രിയിലെ പൂജയും ശ്രീഭൂതബലിയും കഴിഞ്ഞതോടെ കാര്യത്ത് കൈക്കോളൻ തിരുവഞ്ചിറയിലെ കിഴക്കേ നടയിൽ തട്ടും പോളയും വിരിച്ചു. വാക്കന്റെ കുഴലൂത്തിന്റെയും മുന്നൂറ്റാന്റെ വാദ്യത്തിന്റെയും അകമ്പടിയോടെ വീരഭദ്രവേഷത്തിൽ അഞ്ഞൂറ്റാൻ കിഴക്കേ നടയിലേക്ക് എഴുന്നള്ളി ഒറ്റക്കാലിൽ നിലയുറപ്പിച്ചു. കുടിപതി കാരണവർ വെള്ളിക്കിടാരം വെച്ച് രാശി വിളിച്ചതോടെ ഇളനീർ വെപ്പ് ആരംഭിച്ചു. വ്രതക്കാർ ബാവലിപ്പുഴയിൽ ഇളനീർക്കാവുമായി മുങ്ങി എണീറ്റ് സന്നിധാനത്തിലേക്ക് ഓടിയെത്തി. 3 വലം വെച്ചതിന് ശേഷമാണ് ഇളനീർക്കാവുകൾ പെരുമാൾക്ക് സമർപ്പിച്ചത്. തുടർന്ന് വീരഭദ്രനെ വണങ്ങി ഭണ്ഡാരം പെരുക്കി വ്രതക്കാർ മടങ്ങി. ഇളനീർ വെപ്പിനൊപ്പം എരുവട്ടി തണ്ടയാൻ ഒരു കുടം എള്ളെണ്ണയും സമർപ്പിച്ചു. ഏറ്റവും ഒടുവിലായിരുന്നു എണ്ണ സമർപ്പണം. കത്തിത്തണ്ടയാന്മാർ ഇളനീർ ചെത്തുന്നതിനുള്ള കത്തികളും സമർപ്പിച്ചു. ബുധനാഴ്ച രാവിലെ മുതൽ കാര്യത്ത് കൈക്കോളിനും സംഘവും ചേർന്ന് ഇളനീർ വ്രതക്കാർ സമർപ്പിച്ച ഇളനീരുകളുടെ കാവുകൾ നീക്കം ചെയ്ത് മുഖം ചെത്തിമിനുക്കി മണിത്തറയിൽ കൂട്ടിത്തുടങ്ങും. ഉച്ചയ്ക്ക് അഷ്ടമി ആരാധനാ പൂജ നടത്തും. ഉച്ചശീവേലിക്ക് ശേഷം ഭണ്ഡാര അറയ്ക്ക് മുന്നിലാണ് അഷ്ടമി ആരാധന നടത്തുക. പന്തീരടി കാമ്പ്രം സ്ഥാനികനായിരിക്കും കാർമ്മികത്വം വഹിക്കുക. തെയ്യമ്പാടിയുടെ വീണാവാദനത്തിനൊപ്പം നടത്തുന്ന പൂജയിൽ പ്രധാന സ്ഥാനികരും ഊരാളന്മാരും മാത്രമാണ് പങ്കെടുക്കുക. കാവ് നീക്കിയ ഇളനീരുകൾ ബ്രാഹ്മണർ മണിത്തറയിലെ ശ്രീകോവിലിനുള്ളിൽ കൂട്ടിയിടും. തുടർന്ന് ദൈവവരവെന്നറിയപ്പെടുന്ന കൊട്ടേരിക്കാവിലെ മുത്തപ്പന്റെ എഴുന്നള്ളത്തിനായി കാത്തിരിക്കും. അതിവേഗത്തിൽ ഓടിയെത്തുന്ന ദൈവം സന്നിധാനത്തെത്തി അരിയും കളഭവും സ്വീകരിച്ചു മടങ്ങും. അനുമതി നൽകി ദൈവം മടങ്ങിയാൽ ഇളനീരാട്ടം ആരംഭിക്കും. ആദ്യം 3 ഇളനീരുകൾ, പിന്നീട് ഭക്തർ സമർപ്പിച്ച ഓരോ ഇളനീരും ഭഗവാന് സമർപ്പിക്കും. ജലം ശേഖരിച്ചതിന് ശേഷമുള്ള ഇളനീരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകും. കൊട്ടിയൂർ പെരുമാളിന് ഇളനീർക്കാവുകൾ സമർപ്പിച്ചു. പ്രസിദ്ധമായ ഇളനീർ വയ്പ് ചടങ്ങ് ഇന്ന് പുലരും വരെ നീണ്ടുനിന്നു. മഴയിലും ചോരാത്ത കുറയാത്ത ശൈവഭക്തിയിൽ ആറാടിയും ഉറഞ്ഞു തുള്ളിയും ഇളനീർക്കാവുമായി 10,000-കണക്കിന് ഭക്തർ ശൈവസന്നിധിയിലേക്ക് കടന്നുവന്ന് ഇളനീർക്കാവുകൾ സമർപ്പിക്കുന്ന മനോഹരമായ കാഴ്ചകൾ കാണാം. വനത്തിനുള്ളിൽ കുതിച്ചാർത്തു പായുന്ന പുഴ സാക്ഷിയാക്കി ഒരു മഹോത്സവം. അത് അനുഭവവേദ്യമാക്കാൻ സഞ്ചാരികളുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിനെ സാധിക്കൂ. അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ എന്നീ അമ്പലങ്ങൾ ബാവലിപ്പുഴയുടെ 2 കരകളിലായി മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. കണ്ണൂരിന്റെ കിഴക്കൻ മേഖലയിലുള്ള ചെറു കുന്നുകൾക്കിടയിലാണ് ഈ പ്രദേശം. ബാവലിപ്പുഴയുടെ തീരത്തുള്ള ഈ ക്ഷേത്രങ്ങളിലെ ഉത്സവം വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ്. ഉത്സവത്തിന് വേദിയാവുക അക്കരെ കൊട്ടിയൂർ അമ്പലമാണ്. ഉത്സവ ദിവസങ്ങളായി 28 ദിനരാത്രങ്ങളെ ഈ അമ്പലം തുറന്നിരിക്കൂ എന്ന പ്രത്യേകതയുമുണ്ട്. എന്നാൽ ഇക്കരെ കൊട്ടിയൂർ ശിവക്ഷേത്രം എന്നും തുറന്നിരിക്കുന്ന ക്ഷേത്രമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.